നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം സംവദിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അനവധി വർഷങ്ങളായി സിനിമാ രംഗത്തും അതോടൊപ്പം അധ്യാപന വൃത്തിയിലും നിറഞ്ഞു നിൽക്കുന്നതും അടുത്ത മാസം പുറത്തിറങ്ങുന്ന ലെവി എന്ന വെബ് സീരീസിൻ്റെ സംവിധായകനുമായ ശ്രീ നെൽവിനും ആ ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങളുടെ രചന നടത്തിയിരിക്കുന്ന ശ്രീ പി കെ വ്യാസൻ അമനകരയുമാണ്. രണ്ടുപേരെയും നെടുവേലിൽ മീഡിയയ്ക്ക് വേണ്ടിയും നെടുവേലിൽ മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവരിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എൻ ഫിലിംസിൻ്റെ ബാനറിൽ നെൽവിൻ സംവിധാനം ചെയ്തിരിക്കുന്ന ലെവി എന്ന വെബ് സീരീസിൻ്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിനാണ്. അതുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ശ്രീ നെൽവിൻ, താങ്കൾക്ക് ഇങ്ങനെ ഒരു വെബ് സീരീസിൻ്റെ സംവിധാന മേഖലയിലേക്ക് പ്രവേശിക്കുവാനുണ്ടായ ചേതോവികാരം എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ? വളരെ ചുരുങ്ങിയ വാക്കിൽ പറയാം. ഒന്ന്, ഈ ഒരു കഥ നടന്ന സംഭവമാണ്. രണ്ട്, എനിക്കിത് ലൊക്കേഷൻ കണ്ടിട്ട് ഈ കഥ ചെയ്യാൻ പറ്റുള്ളൂ നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് അങ്ങോട്ട് എന്താ പറയുക, പെട്ടെന്ന് എടുക്കണമെന്നൊരു ചിന്താഗതി ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യാദൃശ്ചികമായി മേവള്ളൂർ എന്ന സ്ഥലം കാണുകയും രാമപുരവും ഈ രണ്ട് ലൊക്കേഷനാണ് ഞാൻ കണ്ടത്. അതിലെ ആ ലൊക്കേഷനിൽ ചില പ്രത്യേകതകളാണ് ഈ വെബ് സീരീസ് എടുക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായത്. അങ്ങനെ നടന്നൊരു സംഭവമായതുകൊണ്ട് ആ സംഭവത്തിന് ലൊക്കേഷൻ ഭയങ്കര പ്രാധാന്യമാണ്. പല കഥകളും ലൊക്കേഷൻ കഥ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയി. ഫസ്റ്റ് പ്രയോറിറ്റി ക്യാരക്ടറിനേക്കാൾ കൂടുതൽ ലൊക്കേഷനായിരുന്നു. ലൊക്കേഷൻ ഞാൻ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊരു വെബ് സീരീസിലേക്ക് പോകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഞാൻ കടന്നത്. അതിനുശേഷം എൻ്റെ കൂടെ സിനിമയിലെ പല സഹപ്രവർത്തകരും ഇതിൽ എന്നോട് സഹകരിക്കാമെന്ന് പറഞ്ഞു. ഇന്നത്തെ സമയത്താണ് ഡേറ്റിൻ്റെ പ്രശ്നം, ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം, ഇതൊക്കെ വരും. അതൊന്നും അവർ എന്നോട് ഇത്രയും വർഷത്തെ ഒരു പരിചയം വെച്ച് അത് മുഖവരിക്ക് എടുക്കാതെ അവരെൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധത കാണിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു വെബ് സീരീസ് എടുക്കാൻ ഞാൻ തുടക്കമിട്ടത്. അപ്പോൾ ഇതെല്ലാ ഘടകങ്ങളും ചേർന്നപ്പോഴാണ് ഈ വെബ് സീരീസിലേക്ക് ഞാൻ ചെന്നെത്താൻ കാരണം. അല്ല, പെട്ടെന്നല്ല, ആക്സിഡൻ്റലി വന്നതാണ്. ലൊക്കേഷനും ഇവിടുത്തെ എൻ്റെ സുഹൃത്തുക്കളും മറ്റ് സിനിമാ പ്രവർത്തകരായ സുഹൃത്തുക്കളും എൻ്റെ കൂടെ ചേരുമെന്ന് തോന്നിയപ്പോൾ തുടങ്ങിയതാണ്. അത് പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഇനി ബാക്കി ജഗദീശൻ്റെ അനുഗ്രഹം പോലെ എല്ലാം സംഭവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ വ്യാസൻ, ഇദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് കേട്ടോ. ഞങ്ങൾ സഹപാഠികളും ബാല്യകാല സുഹൃത്തുക്കളും ഇപ്പോഴും സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളുമാണ്. താങ്കൾ നിരവധി ഭാഗവത സപ്താഹ വേദികളിലും ഹിന്ദു ക്രിസ്തീയ ഭക്തിഗാന മേഖലയിലും ഷോർട്ട് ഫിലിം നിർമ്മാണം, അവയുടെ തിരക്കഥ, സംവിധാനം തുടങ്ങിയ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണല്ലോ. അങ്ങനെയുള്ള താങ്കൾക്ക് എങ്ങനെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു ലവ് സോങ് എഴുതുവാനുള്ള പ്രേരണ ഉണ്ടായത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? പാട്ടുകൾ അനവധി എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പ്രണയഗാനം ആദ്യം എഴുതുന്നത് അതൊരു സത്യമാണ്. ഈ പ്രണയഗാനം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് സത്യത്തിൽ നെൽവിനാണ്. നെൽവിന് വർഷങ്ങളായിട്ട്, നെൽവിൻ കൊച്ചുകുട്ടിയായിരുന്ന പോലെ എനിക്ക് പരിചയമുണ്ട്. അത് വളർന്നു. അപ്പോൾ അയാൾ വളരെയധികം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതലേ എനിക്ക് വലിയ അടുപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ചേട്ടനെ അനിയനെയും കൈപിടിച്ച് കൊണ്ടിരുന്ന കാലം മുതൽ. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് എന്താണ് അംബിഷൻ. അപ്പോൾ പറഞ്ഞു എനിക്ക് സിനിമ, അന്നേ കുട്ടിക്കാലത്തെ. അപ്പം ഞാൻ പറഞ്ഞു അന്ന് എന്നെ ഒന്ന് അഭിനയിപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെന്താ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനതങ്ങ് വിട്ടു. എന്നാൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം അദ്ദേഹം എടുത്തിരുന്നു. ഞാനൊരു ഡോക്ടറുടെ റോൾ ചെയ്തതാണ്. ഒരു കോമഡി പ്രോഗ്രാമാണ്. അത് കഴിയുമ്പോൾ ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. കുറേ കാലത്തേക്ക് പിന്നെ കണക്ഷൻ ഇല്ല. ആ സമയത്ത് വിദ്യാഭ്യാസവും, ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു, BEd എടുക്കുന്നു, സ്കൂളുകളിൽ അധ്യാപകനായിട്ട് പോകുന്നു, അങ്ങനെയൊക്കെ അദ്ദേഹം പോയി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ വ്യാസൻ ചേട്ടൻ എഴുതിയ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു, ഭക്തിഗാനങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഒരു കാര്യം എഴുതി തരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ വേണ്ടത്? എനിക്കൊരു പ്രണയഗാനം എഴുതി തരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് അതിൻ്റെ സിറ്റുവേഷനൊക്കെ? സിറ്റുവേഷനൊക്കെ എന്നോട് പറഞ്ഞു. സിറ്റുവേഷൻ പറഞ്ഞതനുസരിച്ച്
ഞാനൊരു പാട്ട് 5 സത്യത്തിൽ അതിന് ആദ്യത്തെ പാട്ട് എഴുതാൻ എടുത്തുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ഒരു പ്രണയഗാനം. ആ പ്രണയഗാനം എഴുതിയിട്ട് ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കുന്നത് പ്രണയഗാനമല്ലേ, ഒട്ടും പാഴാവരുതല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയെ വായിച്ചു കേൾപ്പിച്ചു. ഭാര്യ ഒന്ന് പുഞ്ചിരിച്ചൊക്കെ കാണിച്ചു എന്നല്ലാതെ ഇപ്പം പ്രണയം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം, അല്ലെ എൻ്റെ പ്രണയം ആദ്യം കേൾക്കുന്നതുകൊണ്ടായിരിക്കും, എന്തായാലും അങ്ങനെ ഭംഗിയായിട്ടത് കേട്ട് ആസ്വദിച്ചു, മക്കളെ കേൾപ്പിച്ചു. അങ്ങനെ അവരുടെയൊക്കെ നല്ല അഭിപ്രായം കിട്ടി. ഏതാണ്ട് 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ പാട്ട് എഴുതി നേരെ വാട്സപ്പിലിട്ട് നെലു അയച്ചു കൊടുത്തു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നെലു വലിയ സന്തോഷം. അവിടെ നേരെ എൻ്റെ പ്രിയ ഇതുപോലെ തന്നെ സുഹൃത്താണ് നമ്മുടെ AK പ്രസാദ് മൂവാറ്റുപുഴ, പ്രസാദിന് അയച്ചു കൊടുത്തു. പ്രസാദ് അത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴും അപ്പം തന്നെ പാടിയിട്ട് ഇങ്ങോട്ട് അയച്ചു. അങ്ങനെ ആ പാട്ട് എഴുതാനൊരു 15 മിനിറ്റ്, കമ്പോസ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും എല്ലാം കൂടി 1 മണിക്കൂർ. അങ്ങനെ 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ഒരു ലവ് സോങ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ അതാണ് ഇവരെയൊക്കെ സത്യത്തിൽ അത്ഭുതത്തോടെ കാണുന്നത് കേട്ടോ. അത്ഭുതം. അതായത് 5 മണിക്കൂർ കൊണ്ട് അത് ഷൂട്ട് ചെയ്തു കഴിഞ്ഞു. ഇത്രയും വലിയ ഒരു ഏർപ്പാട്. എന്നാലും സിനിമ രീതി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ സിനിമ ക്യാമറ, അതുപോലെ തന്നെ സിനിമാ നടൻ കിരൺ, അങ്ങനെയൊക്കെ വെച്ചിട്ട് വലിയ ഏർപ്പാട്. അപ്പോൾ എന്നെ പ്രേരിപ്പിച്ചത് എന്താ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പ്രണയം ചിലപ്പോൾ ഒരുപക്ഷെ ഉള്ളിലുണ്ടായിരുന്നായിരിക്കാം ആരോടെങ്കിലുമൊക്കെ. പ്രകർഷേണ നയം എന്നാണല്ലോ പ്രണയം എന്ന് പറഞ്ഞാൽ. നയം വ്യക്തമാക്കുന്നതാണ് പ്രകർഷേണ വേണ്ട വിധത്തിൽ ഒരാളോടുള്ള പ്രണയം. അപ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കാം ഒരു പ്രണയം ഈ വയസ്സുകാലത്തും. പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഈ കാക്കിക്കുള്ളിൽ ഒരു കവിഹൃദയം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് ശ്രീകൃഷ്ണൻ്റെ കഥ പറയുമ്പോൾ, ശിവൻ്റെ കഥ പറയുമ്പോൾ, രാമൻ്റെ കഥ പറയുമ്പോൾ അവരിലൊക്കെ ഒരു പ്രണയമുണ്ട്. ആ പ്രണയം എന്നെ പ്രേരിപ്പിച്ചതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ആത്മീയതയായിരുന്നു കൂടുതലും വ്യാസൻ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തെ ട്രെൻഡ് ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ട്രെൻഡ് പിടിച്ച് വേണം ഞാൻ ചെയ്യുക. കാരണം എൻ്റെ ട്രെൻഡ് വേറെയാണ്. ന്യൂ ജനറേഷൻ ടൈപ്പ് പടങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഇഷ്ടപ്പെടുവോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പിടിച്ചു ഇല്ലേ? തീർച്ചയായിട്ടും അത് പിടിച്ചു. അത് ഇഷ്ടപ്പെടുവോ, ഇപ്പോഴത്തെ പിള്ളേരുടെ സ്റ്റൈല് എങ്ങനെയാണ്, അപ്പം ഇങ്ങനത്തെ മേക്കിംഗ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ്, എങ്ങനെ എടുക്കും ഈ പാട്ടിടുന്ന ആൾക്കാർ? എൻ്റെ പാട്ട് കുളമാക്കിയിട്ടില്ല, ഞാൻ ആത്മീയത, ഞാൻ പറയും ആത്മീയത എല്ലാം വിട്ടേക്കെ, ഞാൻ അതിനെ വേറൊരു ട്രാക്കിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇല്ല, അത് കൊണ്ടുവന്നു, കൊണ്ടുവന്നു. അതില് സന്തോഷവാനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് കാണുന്നവർക്ക്, ആ പാട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ പിന്നെ, ഈ പാട്ട് എഴുതിയിട്ട് പ്രായപൂർത്തിയായ എൻ്റെ മക്കൾ 2 ആൺപിള്ളേർ, അവരെയാണ് ഇത് പാടി കേൾപ്പിക്കുന്നത്. അച്ഛൻ എഴുതിയ ഞാൻ പേടിച്ചു. കാരണം യൂത്ത് എല്ലാം ഇത് വലിച്ചെറിയുന്ന ഓർമ്മ. പക്ഷെ ആരും അങ്ങനെ വന്നിട്ടില്ല. ഇതുവരെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് അത് സ്വീകരിച്ചു. എൻ്റെ ഭാര്യ സ്വീകരിച്ചതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ 2 മക്കളും മക്കൾ അവര് ന്യൂജൻ ആൾക്കാരാണ്. ഈ ട്രാക്കേ അല്ല, അവരിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ. അല്ല, സത്യം കേട്ടോ, അവര് അതങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സംതൃപ്തിയായി. അപ്പോഴാണ് ഞാൻ നെൽവിന് അയച്ചു കൊടുത്തു, പ്രസാദിന് അയച്ചു കൊടുത്തു. എന്റെ വിദ്യാർത്ഥികളുണ്ട്, സ്കൂളിലെ പിള്ളേർക്കെല്ലാം ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു, സാറേ ഒന്ന് പ്രത്യേകത 3 മിനിറ്റേ ഉള്ളൂ, 4 മിനിറ്റ് ഇല്ല. സാധാരണ എല്ലാ സിനിമയിലും 4.50 സെക്കൻഡ്സേയും കാണും. ഈ പാട്ടിന് 3 മിനിറ്റ് 17 സെക്കൻഡ്. ബോറടിച്ചാലും രസിച്ചാലും അത്രേ ഉള്ളൂ. കാരണം നമ്മൾ മാക്സിമം ഇന്നത്തെ ജനറേഷനെ സിനിമയായാലും പാട്ടായാലും ഫാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് ആ വരികൾക്കും അർത്ഥം കൊടുത്തുകൊണ്ട് അത് പെട്ടെന്ന് മേക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ്. ഞാനിത് വിദ്യാരംഭ മാസ്റ്റർക്ക് അയച്ചു കൊടുത്തു, മധു ബാലകൃഷ്ണൻ അയച്ചു കൊടുത്തു. അവരുടെയൊക്കെ അഭിപ്രായം നല്ലൊരു പ്രണയം ഇതിനകത്ത് കിടക്കുന്നില്ല, ഇത് എങ്ങനെ എഴുതി, വലിയ സന്തോഷത്തോടെ ചോദിച്ചു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു വാസുചേട്ടനുണ്ട്, പഴയ കാലത്തെ MA BEd കാരനാണ്. വാസുചേട്ടൻ എന്നെ വിളിച്ച് പറയുകയാണ്, ഈ ആത്മീയ കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വ്യാസന്റെ ഉള്ളിൽ ഒരു വലിയ പ്രണയ കാവ്യം ഉടലെടുത്തല്ലോ, വലിയ സന്തോഷമായി എന്ന് പറഞ്ഞ് നമ്മുടെ അമനകരയിലെ വളരെ പ്രശസ്തനായ പഴയ ആളാണ് അദ്ദേഹം. എന്നെ നേരിട്ട് ഫോണിൽ വിളിച്ചു, കമന്റ് ചെയ്തു. ഈ നമ്മുടെ നാട്ടിലെ അമനകര ഇത് കേട്ട, പ്രത്യേകിച്ച് ഒന്നുകൂടി എടുത്തു പറയാം, ഈ നമ്മുടെ നെടുവേൽ കേബിൾ വിഷന്റെ MD നമ്മുടെ അജിതൻ, എൻ്റെ പ്രിയ സുഹൃത്താണ്, ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. എന്നെ വളരെയധികം എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, കാരണം ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാ, പക്ഷെ ഇതിനകത്ത് നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം അങ്ങനെ പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് അർത്ഥമുള്ള വരികൾ ഇന്ന് കുറവാണ്. അപ്പം ഞാൻ വ്യാസൻ ചേട്ടൻ്റെ പല
ഭക്തിഗാനങ്ങൾ കേട്ടില്ല. അതിൻ്റെ അകത്ത് എല്ലാ അർത്ഥങ്ങളുണ്ട്. അപ്പം അത് ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാരിലേക്ക് വന്നിട്ടില്ല. ആ അർത്ഥമുള്ള വരികളെ എടുത്തുകൊണ്ട് പുതിയ രീതിയിലുള്ള മേക്കിംഗ് അതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇന്ന് ഇപ്പം ആഹ്, പല വരികളിടുന്ന ആൾക്കാർ ഇന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്യാപ്പിലേക്ക് വ്യാസചേട്ടനെ പോലുള്ള ആൾക്കാർ കയറി വരുന്ന ഫിലിം ഇൻഡസ്ട്രിക്ക് വലിയൊരു സംഭാവന തന്നെ ആയിരിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയും ചെയ്യുന്നു ഈ ഈ ഒരു വേളയിൽ. അതോടൊപ്പം തന്നെ ഒരാളെ ഞാൻ ഇന്ന് നമ്മൾ വിട്ടുപോയി കേട്ടോ. വേറെ ആരുമല്ല, ആടുജീവിതത്തിൻ്റെയും ആ റെക്സൺ. കപ്പ് എന്ന ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ എഡിറ്റർ റെക്സൺ ജോസഫ്. ആടുജീവിതത്തിൻ്റെയൊക്കെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ എഡിറ്ററായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള കളറിങ്ങും DIയും അതുപോലെ എഡിറ്റിങ്ങും എല്ലാം നമ്മോടൊപ്പം സഹകരിച്ച് നമ്മോടൊപ്പം നിന്ന് പല സിനിമാ തിരക്കിനിടയ്ക്കും നമ്മോടൊപ്പം വന്ന് നമ്മുടെ റൂമിൽ വന്നിരുന്ന് എങ്ങനെ വേണമെന്ന് എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഈ പാട്ടിലും സിനിമയിലും എപ്പോഴും ഉണ്ടാവും. അല്ല തീർച്ചയായിട്ടും ഹരി നന്നായിട്ട് ക്യാമറ കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ അരുണ് ആൾക്കാര് എല്ലാവരും അരുണൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നത് എടുത്തു തന്നു. എത്ര മണിക്കൂർ കൊണ്ട് ഈ പാട്ട് തീർക്കാൻ കാരണം എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന സഫാൻ അതുപോലെ ശ്രീവിഷ്ണു ഇങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എനിക്കിപ്പോഴും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഒപ്പം ഇതുപോലെ കഴിവുള്ള ആൾക്കാർ ഇനി സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവരെയൊക്കെ എടുത്തുകൊണ്ട് വരാൻ തമ്പുരാൻ എനിക്ക്, ജഗദീശൻ എനിക്ക് ഒരു ഭാഗ്യം തരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കൂടുതൽ എനിക്ക് സംസാരിക്കാമെന്ന് അറിയത്തില്ല, എങ്കിലും ഈ രീതിയിലൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനൊരു അവസരം തന്നതിൽ ഞാൻ പ്രത്യേകം നന്ദി സൂചിപ്പിക്കുന്നു. അതെ, നെൽവിന്റെ വെബ് സീരീസ് രംഗത്തേക്കുള്ള അതെ ആദ്യ ചുവടുവെപ്പ്. വ്യാസൻ അതുപോലെ ഈ ആത്മീയ പ്രഭാഷണം, ഭാഗവത പാരായണം ഈ രംഗത്തും ഈ സിനിമാ ഫീൽഡിലേക്ക് സംഗീതം അതുപോലെയൊക്കെ എഴുതാൻ സമയം കണ്ടെത്തുന്നതിൽ എന്തായാലും അത് വളരെ ചരിതാർത്ഥകരമാണ്. അപ്പോൾ ഈ ലവിക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് ഏതായാലും പുറത്തിറങ്ങി. ഈ സീരീസ് എന്നത്തേക്ക് ആണ് പുറത്തിറങ്ങുന്നത്? ഒക്ടോബർ മാസമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒക്ടോബർ ഡിസംബർ ആ ടൈമിലാണ് നമ്മൾ സീരീസ് ഇറക്കാൻ നോക്കുന്നത്. ഇതിനെ തുടർന്ന് പുതിയ പ്രൊജക്ടുകൾ വല്ലതും പദ്ധതിയിലുണ്ടോ? പ്രോജക്റ്റുകളെല്ലാം വ്യാസനായിട്ട് ഡിസ്കഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ഇയർ ഉണ്ടാവും. അപ്പോൾ അതിനോട് അനുബന്ധമായിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് കിട്ടിയ സമയത്ത് ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നി ഞാൻ അപ്പോൾ ചെയ്യും. അപ്പോൾ സാഹചര്യങ്ങളെല്ലാം വന്നുകൊണ്ട് ഈ വെബ് സീരീസ് ചെയ്തു. അടുത്ത പ്രോജക്റ്റ് നെക്സ്റ്റ് ഇയർ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അതും ഇതുപോലെ ഒത്തിരി മെസ്സേജസ് ഉള്ള, എന്നാൽ യങ്സ്റ്റേഴ്സിനെ, ഞാൻ കൂടുതൽ യങ്സ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കും അരോചകത്വം ഇല്ലാതെ ഉള്ള സിനിമയായിരിക്കും വരുന്ന സിനിമ. മേവള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലം തലയോലപ്പറമ്പ്. അതെ മേവള്ളൂർ. അതെ തമിഴ് പാട്ട് ഒരെണ്ണം ചെയ്യുന്നില്ല നമ്മള്. അത് അതേപോലെ വ്യാസചേട്ടനെ ഇനി മലയാളം പാട്ട് എഴുതുന്ന ആള് എന്നതിലുപരി എനിക്ക് പറയാനുള്ള ഒരു തമിഴ് ഗാനവും എഴുതിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ആ തമിഴ് ഗാനം വളരെ രസമായിട്ട് ഞങ്ങളത് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതും പുതിയ ആൾക്കാരാണ് അതും ചെയ്യിപ്പിച്ചേക്കുന്നത്. വളരെ ഡാൻസ് കളിക്കാവുന്ന, യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്. അത് എല്ലാവരും കേൾക്കണമെന്ന് പ്രത്യേകം പറയുന്നു. കാരണം ഒരു മലയാളി ആണ് എഴുതിയ വരികൾ, അതിലുപരി അതിന് സംഗീതം നൽകിക്കുന്ന ഒരു തമിഴ് ബേസാണ് സംഗീതം നൽകിയിരിക്കുന്നത്. അത് ഞങ്ങൾ പുതുമ എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി കാണുന്നവർക്ക് അത് തോന്നണം. തമിഴ് പാട്ട് എന്നെ കൊണ്ട് എഴുതിക്കാം എന്ന് തോന്നിയത് തന്നെ ഭാഗ്യം. ആ പാട്ട് എഴുതുമ്പോഴൊന്നും ഒരു തമിഴ് പാട്ട് അങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അത്ഭുത ലോകത്തായി. പിന്നെ തമിഴ് പാട്ട് എഴുതി, അതിൽ ഞാൻ എഴുതിയത് പൊണ്ടാട്ടി എന്നാണ്. പക്ഷെ പൊണ്ടാട്ടി എന്നല്ല ചേട്ടാ, പെണ്ടാട്ടി അങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അമ്മാവൻ്റെ മകനുണ്ട് വിനോദ് കൃഷ്ണൻ, അവൻ ബാംഗ്ലൂരാണ്, അവന് തമിഴ് അറിയാം. അപ്പോൾ അതുകൊണ്ട് അവന് ഞാൻ അയച്ചു കൊടുത്തു. അവനത് ഇതുപോലുള്ള ചെറിയ വാക്കുകളൊക്കെ മാറ്റി തിരിച്ചയച്ചു. ഞാനിവിടെ നെൽവിൻ്റെ കൊടുത്തു. അത് ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. എഴുതിയത് എത്രമാത്രം ഭംഗിയെന്ന് 2 പാട്ടിനെ കുറിച്ച് ഞാനല്ല പറയേണ്ടത്, എൻ്റെ പ്രിയ സുഹൃത്തായ അജിതനെ പോലെയുള്ള ആൾക്കാരാണ് പറയേണ്ടത്. പിന്നെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന നെൽവിന് അതിനകത്ത് സന്തോഷമായി, എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും സന്തോഷമായി. ഇനിയിപ്പോൾ എനിക്കത് പ്രശ്നമല്ല, കാരണം ജനം അനവധിയാണ്. ചേർത്തല ഭാഗത്തൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ സഹോദര തുല്യന്മാരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കാസർഗോഡുണ്ട്, ഡൽഹിയിലും അമേരിക്കയിലും നിന്നൊക്കെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ഇന്നലെ എൻ്റെ പ്രിയ സുഹൃത്ത് ബോംബെയിൽ നിന്ന് ദിവാകരൻ അത് പ്രത്യേകിച്ച് ഇത് തന്നെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് തന്നു, എന്നെ വിളിക്കുകയും ചെയ്തു.
വലിയ സന്തോഷമായി എല്ലാവരും. ഇങ്ങനെ ഒരു ഇതിലേക്ക് ആക്കിയതിൽ എനിക്കാണ് തന്നത്. അതെ അതെ, ഈ മേഖലയിലേക്ക് എന്നെ ഈ സിനിമാ മേഖലയിലേക്ക് പാട്ടെഴുതാൻ എന്നെ കൊണ്ടുവന്നു എന്നുള്ളത് മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു സിനിമയിലേക്ക് ക്യാമറയുടെ മുമ്പിൽ മുഖം കാണിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നതും ആദ്യമായിട്ട് നെൽവിനാണ്. അത് കഴിഞ്ഞാണ് ഞാൻ ഈ 10-12ഓളം ഷോർട്ട് ഫിലിമുകൾ എടുത്തത്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെയൊക്കെ പ്രിയ സുഹൃത്തായ മനോജ് പണിക്കർ, അദ്ദേഹവും എന്നെ വിളിച്ചിട്ട് വലിയ സന്തോഷത്തോടെയാണ് പറഞ്ഞത് പാട്ട് നന്നായി കേട്ടോ എന്ന്. അങ്ങനെ അമനകരയുള്ള ഇനി എത്രയോ കലാകാരന്മാർ, എത്രയോ നല്ല ആൾക്കാർ കേൾക്കാനിരിക്കുന്നു, കാണാനിരിക്കുന്നു. അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെ പ്രോത്സാഹനവും അമനകരക്കാരുടെ ഒരു സഹകരണവും പ്രോത്സാഹനവും എനിക്കത് മറക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും കൊച്ചു വീച്ചടച്ച് പ്രായഭേദമന്യേ എല്ലാവരും നമ്മുടെ കൂടെയാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ അവരവരുടെ നാട്ടിൽ ഈ വിലയില്ലെന്നൊക്കെ പറയും. ഇതങ്ങനെയല്ല. ഞങ്ങൾക്കൊക്കെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നല്ല, ഈ മുറ്റത്തെ മുല്ലയ്ക്കും മണം തന്നെ ഉണ്ട്. ഇവിടെ എല്ലാവർക്കും അസൂയക്കാർക്ക് ഇഷ്ടം അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ്. അതാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണം. നമ്മൾ എല്ലാ രംഗത്തും എല്ലാവരുടെയും കൂടെ കൂടാറുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യാസനെ പറ്റി പറയുമ്പം അമനകരക്കാരെ സംബന്ധിച്ചിടത്തോളം അമനകരയുടെ പ്രശസ്തി തീർച്ചയായും കേരളത്തിന് പുറത്തേക്കും കേരളത്തിന് പുറത്തേക്കും കാരണഭൂതനായ വ്യക്തിയാണ് അദ്ദേഹം. ഭാഗവത പാരായണത്തിലൂടെ നാട് മുഴുവൻ പ്രശസ്തി ആർജിക്കുകയും അതോടൊപ്പം ആദ്യം തുടങ്ങിയ ഷോർട്ട് ഫിലിം ഒന്നാം വരവ്, ഒന്നാം വരവ് എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ഈ രംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്നത്. അതും വളരെ വിജയമായിരുന്നു. അതുകൂടാതെ എൻജോയൻസ് ഓഫ് ജോയൽ എന്ന് പറഞ്ഞ ഒരു ടെലിഫിലിം, അത് യൂട്യൂബിലൊക്കെ നിരവധി ആൾക്കാർ കണ്ട ഒരു വെബ് സീരീസ് ആണ്. അതും വളരെ ഇതായിരുന്നു. അതിനുശേഷം തുടക്കമുണ്ട്, രണ്ടാം വരവ്, അങ്ങനെ നിരവധി മത്തായിസ് റിവഞ്ച്, 12ഓളം ഉണ്ട്. 12ഓളം ഷോർട്ട് ഫിലിമുകൾ ഇങ്ങനെ നിർമ്മിച്ച് ഞങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുന്ന വ്യക്തിയാണ് എപ്പോഴും വ്യാസൻ. തുടർന്നും അതിന്റെ മുകളിൽ പോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ധാരാളം കഴിവുള്ള ആളാണ് വ്യാസൻ ചേട്ടൻ. കാരണം ഞാൻ ചുമ്മാ കൊണ്ടുവന്ന ആളല്ല, ഒരു പരിചയത്തിന്റെ പേരിലല്ല, ഇങ്ങനെ ഇരിക്കണ്ടല്ല, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വരേണ്ട ആള് തന്നെയാണ്. അഭിനയ രംഗത്തും ഗാനരചയിതാവ് എന്ന രംഗത്തും എല്ലാം, സംവിധാനത്തിലാണ് എപ്പോഴും എല്ലാ രീതിയിലും വളരെ അറിവും അതുപോലെ തന്നെ അറിവ് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് സിനിമയിൽ പോലും വരുമ്പോൾ, അല്ലെ? സത്യം, തീർച്ചയായിട്ടും. അതെ, ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ നിന്ന് എല്ലാം പഠിച്ചെടുത്ത് പെട്ടെന്ന് പഠിച്ച് ഗാനം ആയിക്കോട്ടെ, അഭിനയം ആയിക്കോട്ടെ, അവരെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അപ്പാടെ ചെയ്യുക. സംവിധാന രംഗത്താണെങ്കിൽ പുതിയ പിള്ളേരുടെ കൂടിയ ടെക്നോളജി പഠിക്കാൻ ശ്രമിക്കുന്ന വ്യാസൻ ചേട്ടനെ ഞാൻ കാണാം. അപ്പൊ ഇപ്പോഴും ആ അറിയാനുള്ള ത്വരയാണ് വ്യാസനെ പോലുള്ള കലാകാരന്മാർ ഇനിയും വളരും എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു. അതിനിടയ്ക്ക് നെൽവിന് നമ്മളെക്കാളും പ്രായം വളരെ കുറവാണ്. നമ്മുടെ ഒരു കൊച്ചു അനുജൻ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും പല കാര്യത്തിലും എൻ്റെ ഗുരുവാണ്. കാരണം ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വരും പല കാര്യങ്ങളും എനിക്കങ്ങനെ എല്ലാ സിനിമ അല്ല, അങ്ങനെയല്ല, അറിയത്തില്ലെങ്കിൽ പോലും എന്നേക്കാൾ അപ്ഡേറ്റ് ചെയ്ത ആളാണ്. ഞാൻ ഇങ്ങനെയാണ് അവിടെ നിന്ന് ഇതൊക്കെ കേട്ട് പഠിച്ച് അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ തിരക്കഥാ, സംഭാഷണം, സംവിധാനം ഒക്കെ എഴുതുമ്പോൾ ഞാനത് തികഞ്ഞ ഒരു വലിയ സംവിധായകനൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായത് നിങ്ങളുടെയൊക്കെ അല്ല, എന്നാൽ പോലും നിങ്ങളുടെയൊക്കെ കൂടെ നിന്നിട്ട് അതെന്താണ് എന്നത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അത് ശരി, ടീം വർക്കാണ്. അതെ. അപ്പോ രണ്ടുപേർക്കും ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ജഗദീശന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നെടുവേലിയൻ മീഡിയയ്ക്ക് വേണ്ടി ആശംസിക്കുന്നു. നെടുവേലിയൻ മീഡിയയ്ക്കും ഇതിന്റെ വ്യൂവേഴ്സിനും വേണ്ടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് നെടുവേൽ ചാനലിനോട്, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായ അജിതിനോട്. അപ്പോൾ ശരി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.